കോൺഗ്രസിനെ തകർക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് മാധ്യമക്കൂട്ടങ്ങൾ. അങ്ങനെ തകർക്കാൻ ഇറങ്ങിയിരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കെല്ലാം അറിയേണ്ടത് ഒറ്റ ചോദ്യമാണ്: ആരാണ് കോൺഗ്രസിൽ മുഖ്യമന്ത്രി എന്നുള്ളത്. ഇത് നശിപ്പിക്കാൻ ഇറങ്ങിയവരുടെ കുരുട്ട് ചോദ്യമെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാതെ അതിൽ പോയി ചാടി വീഴുന്നതാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ പലരുടെയും പണി. അത് പരാജയത്തിലേക്കാണ് എത്തുന്നത്. എന്നാൽ അതിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കിട്ടില്ല. അദ്ദേഹം അച്ചടക്ക സമിതി ചെയർമാനാണ്, മുൻ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ കഴിവ് തെളിയിച്ച ആളാണ്. ഇന്നത്തെ കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് ഏറ്റവും സീനിയറായ, ഏകദേശം 3.5 പതിറ്റാണ്ടിലേറെ MLA ആയിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ജനകീയനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് വേണമെങ്കിലും ഇനി നാളെ മാധ്യമങ്ങൾ പരിഗണിക്കാം. കാരണം ഇപ്പോൾ തന്നെ 5 മുഖ്യമന്ത്രിമാരെ മറ്റോ കാട്ടി മാധ്യമങ്ങൾ വിലപേശുകയാണ്. ഇതാരുടെ തന്ത്രം എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ അതിനു വേണ്ടിയാണ് തിരുവഞ്ചൂരിനെയും സമീപിച്ചത്. ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യമാണ് തിരുവഞ്ചൂരിനോട് ചോദിച്ചത്. എന്നാൽ ആദ്യം 72 സീറ്റ് കിട്ടട്ടെ എന്നുള്ളതാണ് തിരിച്ചു മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത്. ഏത് സംസ്ഥാനമായാലും രാജ്യമായാലും കേവല ഭൂരിപക്ഷം കിട്ടുന്നിടത്ത് മാത്രമേ മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ഒക്കെ തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ അവർ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. അങ്ങനെ ഭരണപക്ഷത്ത് എത്തണമെങ്കിൽ വേണ്ടുന്ന 71-72 സീറ്റുകൾ ആദ്യം കിട്ടട്ടെ, അതിനുശേഷം നമുക്ക് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാമെന്ന് വളരെ ലളിതമായ ഭാഷയിൽ ചിരിച്ചുകൊണ്ട് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞപ്പോൾ അവർക്ക് ചോദിക്കാൻ വീണ്ടും കുരുട്ടു ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ അവർ സത്യത്തിൽ ചമ്മിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഏതായാലും ദില്ലിയിൽ വെച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടത്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേട്ടു നോക്കാം. 72 സീറ്റ് കിട്ടട്ടെ ആദ്യം, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം. ആ ആലോചന ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് വ്യക്തികളുടെ അഭിപ്രായ പ്രകടനമല്ല. ആ രാഷ്ട്രീയ പാർട്ടി എങ്ങനെ ആ സംസ്ഥാനത്തോട് നീതി പുലർത്തണം എന്ന് തീരുമാനിക്കാനുള്ള കൽപ്പുള്ള നേതൃത്വമാണ്. അത് വരട്ടെ. അത് നമുക്ക് ആദ്യം ഭൂരിപക്ഷം ഉണ്ടാവുക എന്നുള്ളതല്ലേ. ഭൂരിപക്ഷത്തിൻ്റെ ഈ ലക്ഷ്മണരേഖ കടന്നതിന് ശേഷമുള്ള ഡിസ്കഷനെ കുറിച്ചാണ് ഈ പറയുന്നത്. ആദ്യം ആ ലക്ഷ്മണരേഖ കടക്കട്ടെ, അതിനുവേണ്ടിയുള്ള പരിശ്രമം വേണ്ടത്. അതിനെല്ലാവരെയും ഒരുമിപ്പിക്കണം. വിഭിന്നമായ അഭിപ്രായം കേരള രാഷ്ട്രീയത്തിലും കേരള ജനസമൂഹത്തിന് മുമ്പിലും ഉണ്ടാകരുത്. ഒറ്റ ലക്ഷ്യത്തിൽ പോകണമെങ്കിൽ വളരെ ആത്മസംയമനത്തോടു കൂടി, ചിന്താശക്തിയോടുകൂടി ഈ സിറ്റുവേഷൻ നേരിടാൻ കഴിയണം. അപ്പോഴും വലിയൊരു അനിശ്ചിതത്വമില്ല. 4-5 പ്രധാന നേതാക്കൾ മുഖ്യമന്ത്രിയാകാൻ തക്ക ശേഷിയുള്ളവരായിട്ട് നിൽക്കുന്നു. ആളുകൾക്ക്, വോട്ടർമാർക്ക്, കോൺഗ്രസിലെ താഴെക്കിടയിലുള്ള ആളുകൾക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഇല്ല? ഒരു കൺഫ്യൂഷനും ഇല്ല. കോൺഗ്രസിനൊരു ശീലമുണ്ട്, അതിനൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം മറ്റ് സംസ്ഥാനങ്ങളിലുമുണ്ട്, കേരളത്തിൽ മാത്രമായിട്ടുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് തീരുമാനങ്ങളെക്കുറിച്ചൊക്കെ വരേണ്ടത്. ഞാനൊരു എളിയ പാർട്ടി പ്രവർത്തകൻ എന്നുള്ളതിൽ എൻ്റെ തോന്നൽ, ദീർഘകാലമായിട്ടുള്ള അനുഭവ സമ്പത്ത് വെച്ചിട്ട് എൻ്റെ തോന്നൽ, ഇപ്പോൾ അത് പ്രിമച്വറായിട്ടുള്ള ഡിസ്കഷൻ കൊണ്ടുപോകരുത്. അതല്ലാതെ ഈ ലക്ഷ്യത്തിൽ നമുക്ക് എത്താൻ പറ്റും. അത് ആ പോയിന്റിൽ മാത്രമായി നിങ്ങൾ നിൽക്കുന്ന എന്താ? അങ്ങനെ ഒരു തർക്കം കോൺഗ്രസിനകത്തുണ്ടാകുന്നത് ശത്രുപക്ഷത്തിനല്ലേ ഗുണം ചെയ്യൂ? അവർക്ക് ഗുണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളിലെ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പൊതുചർച്ച കൊണ്ടുവരാൻ ആഗ്രഹിക്കൂ. അല്ല, അവരൊന്നും അങ്ങനെ പറയുന്നതല്ല. അവരെല്ലാം അവസാനം പറയുന്ന ഒരു വാക്കുണ്ട്: തീരുമാനം ഹൈക്കമാൻഡിൻ്റെ ആണെന്ന്. പുസ്തകം വായിക്കുമെന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. എന്തിനാ അതിന് വേറെ രൂപത്തിൽ തെറ്റിദ്ധരിക്കുക? ഇന്ന് അദ്ദേഹത്തിൻ്റെ വിശദീകരണമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് എന്താ? ഞാൻ പ്രഭാഷണം നടത്തും, പുസ്തകം വായിക്കും, അതൊക്കെയല്ലേ പറയുന്നത്. അതൊന്നും ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. എന്തിനാ അദ്ദേഹത്തെ പോലൊരു മുതിർന്ന നേതാവിനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഈ കഷായം കുളിപ്പിക്കുന്ന പോലെ എന്തിനാ ആക്കുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ പറ്റുന്ന നല്ല അന്തരീക്ഷം ഉണ്ടാകണം. നമ്മൾ ഇവിടെ നിന്ന് പിൻ പോയിന്റ് ചെയ്ത് ഒരു വ്യക്തി ഇങ്ങോട്ട് വാ, ഒരു മുന്നണിയിലോട്ട് ഒരു കക്ഷി വാ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള റിപ്ലൈ എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് എന്നാൽ അതേ റെഡി, ഞങ്ങളങ്ങ് വന്നേക്കാം എന്ന് ആരെങ്കിലും പറയുമോ? നെഗോഷിയേഷൻ 2 രൂപത്തിലുണ്ട്. ഒന്ന്, പരസ്യമായി പറയാൻ പറ്റുന്ന കാര്യമുണ്ട്. 2, പൊളിറ്റിക്കൽ നെഗോഷിയേഷൻ ഒരിക്കലും പരസ്യമായി പറഞ്ഞുകൊണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ആ രൂപത്തിലൊക്കെ പോകട്ടെ. എല്ലാ ഒരു കാര്യം പറയാം,
ഇതെല്ലാം ഒരു കാലത്ത് കോൺഗ്രസ്സായി നിന്നതാണ്. പൊതുവികാരം ജനങ്ങളുടേത് അങ്ങനെയുള്ള ഒരു നല്ല ഐക്യത്തിൽ പോകണമെന്നുള്ളതാണ്. പിന്നെ രണ്ട് കക്ഷികളെന്നുള്ള നിലയിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടുമാണ് അഭിപ്രായം. വേണോ എന്ന് നമ്മൾ പറയുകയോ അല്ലെങ്കിൽ വരാമെന്ന് അവർ പറയുകയോ ഒക്കെ ചെയ്തെങ്കിലേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അതിനൊക്കെ നമ്മൾ കാത്തിരിക്കുക. അവരവരുടേതായ അഭിപ്രായം തുറന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല, അത് പറയട്ടെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതുവരെ ഞാൻ പറഞ്ഞതിന് നേരെ വിരുദ്ധമാണ് എന്നോട് ചോദിച്ച ഈ ചോദ്യം. അതെ, എന്തോ കേട്ടില്ല. അത് സാരമില്ല. വ്യക്തിഗതമായി ഇന്നത്തെ ഈ ചോദ്യം ഒന്നും വ്യക്തിഗതമാകരുത്. അതിനേക്കാൾ അതീതമായി നമ്മളെ കേരള സംസ്ഥാനത്തെ ബാധിക്കുന്ന ഒരു പതിറ്റാണ്ടിന് ശേഷം ഉണ്ടാകേണ്ട രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. അവിടെ വ്യക്തിഗതമായ കാര്യങ്ങൾക്ക് പാർട്ടിയെ ശക്തിപ്പെടുത്തണം, ഊർജിതമാക്കണമെന്നൊക്കെ പറയുമ്പോൾ എന്താണ് നടക്കാൻ പോകുന്നത്? അതല്ല, നിങ്ങൾ മേളിലത്തെ ഈ ചേഞ്ചിനെ കുറിച്ച് മാത്രമാണ് നിങ്ങളുടെ ചിന്തയും ചോദ്യവും വന്നുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ സമഗ്രമായ രൂപത്തിലുള്ള പ്രവർത്തനമാണ്. അത് മേള് മുതലില്ല. മേള് മാത്രമല്ല, താഴെ തട്ട് വരെ ഈ കാര്യങ്ങൾ പോകണം. അതിന് പോകാൻ താഴെ തട്ട് നമുക്കറിയാവുന്നിടത്തോളം ജനങ്ങൾ റെഡിയാണ്. അതാണ് ബോട്ടം എൻഡ്. അതിന് മേളിലോട്ടുള്ള ഘടകങ്ങളാണ് പാർട്ടി ഘടകങ്ങൾ. ആ പാർട്ടി ഘടകങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ആ പാർട്ടി ഘടകങ്ങളെ ഊർജ്ജസ്വലമാക്കത്തക്ക വിധത്തിൽ നമുക്ക് മുന്നോട്ട് പോകണം. ഈ ശശി തരൂർ തനിക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാണെന്ന് ആഗ്രഹം അദ്ദേഹം പറയുന്നുണ്ട്. അതുകൂടാതെ പാർട്ടിയിൽ സാധാരണക്കാരെ കുറവാണെന്ന് അദ്ദേഹം ഈ ഒരു ഇംഗ്ലീഷ് മാധ്യമ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനോട് എങ്ങനെയാണ് പ്രതികരണം? അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേ അഭിമുഖത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞ് തിരുത്തി വന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞതിന് ഡിസ്റ്റോർട്ട് ചെയ്ത് വന്നു എന്നാണ്. അദ്ദേഹം അതിനേക്കാൾ വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അദ്ദേഹം പോലും ഉൾക്കൊള്ളാത്തൊരു കാര്യം അദ്ദേഹത്തിൻ്റെ പേരിൽ എന്നോട് ചോദിക്കുന്നത് ശരിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അങ്ങനെ ഏത് ബൂത്തിലാണ് അവസ്ഥയുള്ളതെന്ന് എന്നോടൊന്ന് പറ. ഞാൻ കഴിഞ്ഞ ഈ കേരള നിയമസഭയിൽ ഏറ്റവും ഒരു കയ്യൂർ ചീമേൻ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ കൈപ്പത്തി ചിഹ്നത്തിലൊരു ഇത് വന്നാൽ മതി. നമ്മൾ ഓരോ വോട്ട് ചോദിച്ചില്ലെങ്കിൽ പോലും നിശ്ചിത വോട്ട് നമുക്ക് കിട്ടുകയാണ്. കാരണം അത് പാർട്ടി ഗ്രാമമാണ്. ഇറങ്ങി പ്രവർത്തിക്കാനോ സ്വതന്ത്രമായി വോട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ ഭവനത്തിൽ പോകാനോ സമ്മതിക്കാത്ത ഒരു പാർട്ടി ഗ്രാമമാണ്. എനിക്ക് ആ ഗ്രാമത്തിൻ്റെ വിഷമം അറിയാം, അവിടെയുള്ള ഉത്കണ്ഠകൾ അറിയാം. അതുകൊണ്ട് പാർട്ടി ഗ്രാമത്തിലെ കാര്യത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. കയ്യൂർ ചീമേനി മാത്രമല്ലല്ലോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏറെക്കുറെ 60-70% വോട്ട് വരെ കിട്ടുന്ന എത്രയോ ബൂത്തുകളുണ്ട്. അപ്പോൾ ബൂത്ത് ഡിഫറൻ്റാണ്. അത് ഏരിയയുടെ അടിസ്ഥാനത്തിൽ മാറിക്കൊണ്ടിരിക്കും. അതെ, ഞാനത് അദ്ദേഹം പറയും